അക്കൗണ്ടിങ്ങിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാവിലത്തെ ക്ലാസ്സുകൾ നിങ്ങൾ പല ആൾക്കാരും കേട്ടിട്ടില്ല. അത് നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ക്ലാസ് എടുക്കുമ്പോൾ അതിൽ കുറേ ആൾക്കാർ അത് കേൾക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അതേപോലെ തന്നെ നോട്ടുകൾ കറക്റ്റ് സമയത്ത് അയക്കുന്നു. കഴിഞ്ഞ ആഴ്ച വന്ന നോട്ട് അയക്കാത്ത ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പം അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മനഃപൂർവ്വമാണ് രാവിലെ 11 മണിയുടെ ക്ലാസ് ഇടാതെ നിങ്ങൾ ആരെങ്കിലും വിളിക്കുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടി. അപ്പം കുറച്ച് ആൾക്കാരൊക്കെ അന്വേഷിച്ചു എന്താണ് ക്ലാസ് കാണാത്തതെന്നുള്ളത്. പക്ഷേ ഭൂരിഭാഗം ആൾക്കാർക്ക് വലിയ സന്തോഷമായി ക്ലാസ്സില്ലല്ലോ എന്നുള്ളത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ക്ലാസ്സിൻ്റെ കാര്യം നിങ്ങളുടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കുക. വളരെ സ്പീഡിലാണ് വിറ്റേഴ്സ് ക്ലാസ്സുകളൊക്കെ പോകുന്നത്. നമ്മൾ കുറച്ചുകൂടി സ്ലോ ആയതുകൊണ്ടാണ് ഈ ചാപ്റ്ററൊക്കെ തീർക്കാൻ ഇത്ര ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, വിറ്റേഴ്സിലെ ക്ലാസ് എടുക്കുന്ന പോലെയാണെങ്കിൽ പെട്ടെന്ന് അടിച്ചു വിട്ട് പോകാവുന്നതുള്ളൂ. അതുകൊണ്ട് ക്ലാസ് കറക്റ്റായിട്ട് കാണുകയും അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കുകയും നോട്ട് കറക്റ്റായിട്ട് എഴുതി അയക്കുകയും ചെയ്യുക എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് ജനുവരി തുടങ്ങുന്ന സമയത്ത് ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം. സമയം കളയുന്നില്ല. ഡ്രോയിങ്സ് എന്താണെന്നുള്ളത് പറഞ്ഞു. ക്യാപിറ്റലിൽ നിന്ന് അതിൻ്റെ ഓണർ പൈസയോ സാധനങ്ങളോ ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. വിഡ്രോവൽ ഓഫ് മണി ഓർ മണീസ് വർക്ക് ബൈ ദി ഓണർ ഫ്രം ദി ബിസിനസ്സിൽ നിന്ന് അതിൻ്റെ ഓണർ പൈസയുടെ മൂല്യമുള്ള സാധനങ്ങളോ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് പൈസയാണോ സാധനങ്ങളാണ്. അപ്പോൾ അടുത്ത അത് പർച്ചേസ് എന്താണ്? നമ്മൾ സാധാരണയായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഷോപ്പിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങും. അതിനാണ് പർച്ചേസ് എന്ന് പറയുന്നത്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധനമല്ല, ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങും. റോ മെറ്റീരിയൽസ് ആയിട്ട് പല അസംസ്കൃത വസ്തുക്കളും, റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അസംസ്കൃത വസ്തുക്കൾ, അങ്ങനെയുള്ള പല സാധനങ്ങളും ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വാങ്ങേണ്ടതായി വരും. ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും പല സാധനങ്ങളും വാങ്ങേണ്ടതായിട്ട്. അത് പലതരത്തിലുള്ള കോടിക്കണക്കിന് രൂപയിലുള്ള വിലയുള്ള സാധനങ്ങളാണ്, ചെറിയ സാധനങ്ങളാണ്, പല സാധനങ്ങളും വാങ്ങേണ്ടതായിട്ട്. അതിനെയാണ് പർച്ചേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The term purchase is used only for business of goods. Purchase of goodsനെ മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. സാധനങ്ങളുടെ പർച്ചേസ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നു, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും തരത്തിലുള്ള പ്രൊഡക്റ്റായിട്ട് മാറ്റി അല്ലെങ്കിൽ ആൾക്കാർക്ക് വിൽക്കാനുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള പർച്ചേസ് മാത്രമേ പർച്ചേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നു. അതായത് നമ്മുടെ ബിസിനസ്സിൽ ഉപയോഗിക്കാനായിട്ട് വാങ്ങുന്ന അസറ്റുകൾ, പലതരത്തിലുള്ള അസറ്റുകൾ വാങ്ങും. ഫിക്സഡ് അസറ്റുകളുടെ പർച്ചേസ് ഇതിൽ ഉൾപ്പെടുന്നില്ല എന്നതാണ് ഇതിൽ പ്രത്യേകമായി ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു മെഷീനറി നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിനെ പർച്ചേസ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ബിസിനസിന്റെ അക്കൗണ്ടിങ് ടേംസിൽ ഇതൊരു പർച്ചേസ് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. സാധാരണ നമ്മൾ വാങ്ങുന്നതാണ്, പർച്ചേസ് ആണ്. പക്ഷേ പർച്ചേസ് എന്നുള്ള ടേം നമുക്ക് അവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ കാരണം അത് ബിസിനസ്സിൽ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങുന്നതാണ്, ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങുന്നതാണ്, ബിസിനസ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന സാധനങ്ങൾ മാത്രമേ നമുക്ക് പർച്ചേസ് എന്ന് പറയാനായിട്ട് സാധിക്കൂ. അത് വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചില പ്രോസസ്സിലൂടെ കടത്തി വിട്ടിട്ട് അത് ഉപയോഗിച്ച് വേറൊരു പ്രൊഡക്റ്റാക്കി മാറ്റി നമ്മൾ വിൽക്കുകയാണെങ്കിൽ അങ്ങനെ വാങ്ങുന്ന സാധനങ്ങളെ നമ്മൾ പർച്ചേസ് എന്ന് പറയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ വാങ്ങുന്നു, കടയിലേക്ക് വാങ്ങുന്നു, അത് അതേപോലെ തന്നെ വിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് പർച്ചേസ് ആണ്. അതിനെ ഗുഡ്സ് എന്നാണ് പറയുന്നത്. The term purchase is used only for the purchase of goods. In case of manufacturing concerns, goods means purchase of raw materials for the conversion of finished product and then sale. ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആകുമ്പോൾ, ഒരു എന്തെങ്കിലും പ്രൊഡക്ഷൻ ഓറിയന്റഡ് ആയിട്ട് എന്തെങ്കിലും സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഗുഡ്സ് എന്ന് പറയുന്നത് അവരുടെ റോ മെറ്റീരിയൽസ് ആണ്, അസംസ്കൃത വസ്തുക്കളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, സോപ്പിന്റെ എക്സാമ്പിൾ പറഞ്ഞു. സോപ്പ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറേ രാസവസ്തുക്കൾ വേണ്ടി വരും, വെളിച്ചെണ്ണ വേണ്ടി വരും, ഓയിൽ വേണ്ടി വരും, അതേപോലെ തന്നെ കെമിക്കൽസ്, സ്മെല്ല് ഉണ്ടാക്കാൻ പെർഫ്യൂംസ്, അങ്ങനത്തെ പല സാധനങ്ങളും വേണ്ടി വരും. ഇതിനെല്ലാം നമ്മൾ ആ കമ്പനി വാങ്ങാൻ ചെയ്യും. അതെല്ലാം അവരുടെ റോ മെറ്റീരിയൽസ് ആണ്. ഈ റോ മെറ്റീരിയൽസ് എല്ലാം തന്നെ അവരെന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യും. ഗുഡ്സ് ആണ്, ആ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. പർച്ചേസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു, ആ പ്രോസസ്സിലൂടെ കടത്തിവിട്ട് അതൊരു ഫിനിഷ്ഡ് ഗുഡ്സ്
സോപ്പാക്കി നമ്മൾ മാർക്കറ്റിലേക്ക് വിൽക്കുകയാണ് ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രൊഡക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള ഈ അസംസ്കൃത വസ്തുക്കളായിട്ടുള്ള സാധനങ്ങളാണ് അവരുടെ പർച്ചേസ് എന്ന് പറയുന്നത്, ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ കൺവേർഷൻ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് ട്രേഡിംഗ് കൺസേൺ ആകുമ്പോൾ ഗുഡ്സ് ആർ ദോസ് തിങ്സ് വിച്ച് ആർ പർച്ചേസ് ഫോർ റീസെയിൽ. ചില സാധനം നമുക്കിപ്പം താഴെയുള്ള പെട്ടിക്കട, നമ്മുടെ സ്കൂളിൽ താഴെയുള്ള പെട്ടിക്കടയിലൊക്കെ എന്ത് ചെയ്യും, അവർ മുട്ടായിയൊക്കെ എന്ത് ചെയ്യുന്ന ഒരു പാക്കറ്റ് കണക്കിന് വാങ്ങുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് അതേപോലെ വിൽക്കും റീസെയിലിന് വേണ്ടി. അതേ ഒന്നും ഫോം മാറ്റുന്നില്ല, അതും നിന്ന് പാക്കറ്റ് വരുന്നത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഭരണിയിലേക്ക് ഇടുന്നു, അത് അങ്ങനെ വിൽക്കുന്നു. അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതും അവരുടെ ഗുഡ്സാണ് പർച്ചേസ് ആയിട്ട് പരിഗണിക്കുന്നത്. രണ്ട് തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്. ഒന്ന് മാനുഫാക്ചറിങ് നടത്തുന്ന സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ മറ്റേത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ വാങ്ങിയിട്ട് അവർ അതേപോലെ തന്നെ വിൽക്കുകയാണ് ചെയ്യും. അതിനെ ട്രേഡിംഗ് നടത്തും. മറ്റേ മാനുഫാക്ചറിങ് നടത്തുന്ന സാധനങ്ങളുടെ മാനുഫാക്ചറിങ്. ഇവിടെ ട്രേഡിംഗ് നടത്തും, സാധനങ്ങൾ എന്ത് ചെയ്യുന്നു, വാങ്ങുന്നു, അതേ ഫോമിൽ തന്നെ വിൽക്കുന്നു. അതാണ് ട്രേഡിംഗ് കൺസേൺസ്. Those things which are purchased for resale. In both case, the purpose is to make a profit by its resale. In the case, ഇവരുടെ പർപ്പസ് എന്ന് പറയുന്നത് ഇത് വിറ്റിട്ട് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നതാണ്. ഈ രണ്ട് കേസിലും സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്തിട്ട് അത് വിറ്റിട്ടാണെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന സാധനങ്ങൾ വിറ്റിട്ട് വാങ്ങിയിട്ട് അതിൽ നിന്ന് ചെറിയ ഒരു ലാഭം എടുത്തിട്ട് അത് വിൽക്കുന്നു. അങ്ങനെ രണ്ട് കേസിലും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് തന്നെയാണ്. ദി ടേം പർച്ചേസ് ഇൻക്ലൂഡ് ബോത്ത് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. രണ്ടും ഇതിൽ വരുന്നുണ്ട്. ക്യാഷ് കൊടുത്ത് വാങ്ങും, അല്ലെങ്കിൽ കടമായിട്ട് വാങ്ങും, പിന്നെ തരാമെന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നുണ്ടാവും. പല സ്ഥാപനങ്ങൾ അങ്ങനെ ചെയ്യുന്നു. ഒരു വിറ്റിട്ട് തരാം, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് തരാം, 3 മാസം കഴിഞ്ഞ് തരാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും മിക്കവാറും ബിസിനസ്സുകാർ സാധനങ്ങൾ വാങ്ങും. അങ്ങനെയുള്ള അതാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് പർച്ചേസ് എന്നാണ് പറയാം. ക്യാഷ് കൊടുത്ത് വാങ്ങിയാലും അല്ലെങ്കിൽ കടം പറഞ്ഞ് വാങ്ങിയാലും രണ്ടും പർച്ചേസ് തന്നെയാണ്. ഇറ്റ് ഈസ് ദി മേജർ എക്സ്പെൻസ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പെൻസ് പറയുന്നത് ഇതാണ്. കാരണം സാധനങ്ങൾ വാങ്ങിയാൽ മാത്രമേ അവർക്ക് വിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അവര് ഈ വാങ്ങാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പൈസ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആ ബിസിനസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതലായി ചെലവഴിക്കുന്നത് ഈ പർച്ചേസിന് വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ, purchase goods from Anju Traders 5,000 rupeesന്റെ ഗുഡ്സ് അഞ്ചു ട്രേഡേഴ്സിന്റെ അടുത്ത് നിന്ന് വാങ്ങി. അഞ്ചു ട്രേഡേഴ്സ് എന്നുള്ള പേര് പറഞ്ഞിട്ടുണ്ട്. ആ ട്രേഡേഴ്സിന്റെ അടുത്ത് 5,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങി. അതേപോലെ തന്നെ പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് കൊടുത്തിട്ട് ഒരു 4,000 രൂപയുടെ സാധനം ക്യാഷ് കൊടുത്തിട്ട് റെഡി ക്യാഷ് ആയിട്ട് പൈസ കൊടുത്തിട്ട് സാധനം വാങ്ങി. അത് രണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം പർച്ചേസാണ്. താഴെ എക്സാമ്പിൾ ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ട്രേഡർ ചെയർസ് വാങ്ങി. അയാളുടെ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യുന്നു, ഫർണിച്ചർ ട്രേഡർ ആകുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, ഈ രീതിയിലുള്ള ചെയർസ്, ടേബിൾസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ചെയർ എന്ന് പറയുന്നത് വെറും ഗുഡ്സാണ്, പർച്ചേസാണ്. പക്ഷേ വേറൊരു ട്രേഡർ അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി കടക്കാരൻ ഒരു ചെയർ വാങ്ങിക്കഴിഞ്ഞാൽ അത് അയാളുടെ ബിസിനസ്സിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം പർച്ചേസ് ആയിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കില്ല, അത് അസറ്റാണ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഒരു ഓഫീസിലേക്ക് ഒരു ഫർണിച്ചർ മെർച്ചന്റ് ആകുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ റീസെയിലിന് വേണ്ടിയിട്ടാണ്. പക്ഷെ മറ്റൊരു സ്റ്റേഷനറി കച്ചവടക്കാരനാകുമ്പോൾ അയാളത് അയാളുടെ ബിസിനസ്സിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സാധനം. അതുകൊണ്ട് തന്നെ അത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റാണ്. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ കച്ചവടം ചെയ്യുന്ന ആളാണെങ്കിലോ അയാൾ കുറെ ലാപ്ടോപ്പ് വാങ്ങും. അയാളെ സംബന്ധിച്ചിടത്തോളം അത് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ചെറിയ ഷോപ്പുമായിട്ടിരിക്കുന്നു, അയാളുടെ ബിസിനസ്സിൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ വാങ്ങും. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അത് പർച്ചേസ് ആയിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കില്ല, അതൊരു അസറ്റാണ്. അയാളുടെ ബിസിനസ്സിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, റീസെയിലിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ നമ്മൾ വേർതിരിവ് കാണിക്കുന്നത്. പർച്ചേസ് എന്ന് പറയുമ്പോൾ റീസെയിലിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് പർച്ചേസ് ആയിട്ട് പരിഗണിക്കാനായിട്ട് സാധിക്കും, ഗുഡ്സ് ആയിട്ട് പരിഗണിക്കാനായിട്ട് സാധിക്കും. നമുക്കത് കൊണ്ടുവന്നിട്ട് അത് മറ്റുള്ള ആളുകൾക്ക് വിൽക്കണം, കൂടിയ വിലയ്ക്ക് വിൽക്കണം.
അത് കൊണ്ടുവന്നിട്ട് അത് കൺവേർട്ട് ചെയ്തിട്ട് മാനുഫാക്ചറിങ് പ്രോസസ്സിലൂടെ കടത്തി വിട്ടിട്ട് ഈ കൺവേർട്ട് ചെയ്ത് വേറെ പ്രൊഡക്റ്റ് ആക്കി മാറ്റി അത് വിൽക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് പർച്ചേസ് ആയിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അതൊരു ഒരു അസറ്റാണ്, നമ്മുടെ ബിസിനസ്സിൽ ഉപയോഗിക്കാൻ പാകുന്ന ഒരു അസറ്റായിട്ട് വേണം പരിഗണിക്കാനായിട്ട്. അടുത്തത് പർച്ചേസ് റിട്ടേൺ ആണ്. പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നു. നമ്മൾ ഫോൺ വിളിച്ചായിരിക്കും പറയുന്നത് എനിക്ക് 1000 യൂണിറ്റ് ചെയർ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1000 ചെയേഴ്സ് വേണം, ഒരു 100 ടേബിൾസ് വേണം എന്നൊക്കെ പറഞ്ഞ് ഓർഡർ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവർ ലോറിയിൽ കയറ്റിയിട്ട് ഈ സാധനങ്ങൾ മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറേ ചെയേഴ്സിന് എന്തെങ്കിലും പൊട്ടല്, സ്ക്രാച്ചസ്, കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡാമേജസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ എന്ത് ചെയ്യും, ഉടനെ തന്നെ അവരെ വിളിച്ച് പറയുന്നു ഇത് വിൽക്കാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് വേണ്ട, റിട്ടേൺ ചെയ്യാം. അങ്ങനെ റിട്ടേൺ ചെയ്യുന്നതിന് പർച്ചേസ് റിട്ടേൺസ് എന്ന് പറയും. അപ്പം നമുക്ക് ഡാമേജസ് ഉണ്ടെന്ന് കണ്ടിട്ട് നമ്മൾ അത് തിരിച്ചു കൊടുക്കുന്നതിനാണ് പർച്ചേസ് റിട്ടേൺ. നമ്മൾ വാങ്ങിയ സാധനം ഡാമേജ് ഉണ്ടെന്ന് കണ്ടിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനെ പർച്ചേസ് റിട്ടേൺ എന്ന് പറയും. പർച്ചേസ് ചെയ്ത സാധനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജോ എന്തെങ്കിലും നമ്മൾ പറഞ്ഞ രീതിയിലുള്ള സാധനങ്ങളല്ല നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് തിരിച്ചു കൊടുക്കുന്നു, അതിന്റെ പൈസ നമുക്ക് തിരിച്ചു തരണം. അങ്ങനെയാകുമ്പോൾ അതിനെ പർച്ചേസ് റിട്ടേൺ എന്ന് പറയാനായിട്ട് സാധിക്കും. വെൻ പർച്ചേസ് ഗുഡ്സ് ആർ റിട്ടേൺ ടു ദി സപ്ലയർ, നമുക്ക് തന്ന ആൾക്കാർക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. ദീസ് ആർ നോൺ ആസ് പർച്ചേസ് റിട്ടേൺ ഓർ റിട്ടേൺ ഔട്ട്വേർഡ്സ്. രണ്ട് രീതിയിൽ പറയാം, പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് പറയും. നമുക്ക് തന്ന ആൾക്കാർക്ക് സാധനങ്ങൾ തിരിച്ചു കൊടുക്കുകയാണ്. The return may be due to unnecessary and defective supply of goods. എന്തെങ്കിലും തരത്തിൽ ഡിഫക്റ്റ് ആയ ഗുഡ്സ് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും ചിലപ്പം റിട്ടേൺ ചെയ്യും. It should be deducted from purchase to calculate net purchase. പർച്ചേസിൽ നിന്ന് അത് കുറച്ചിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ എത്ര പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഫക്റ്റീവ് ആയിട്ട് തിരിച്ചു കൊടുത്ത സാധനങ്ങളുടെയും കൂടി വില അതിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. നമ്മൾ 1000 ചെയേഴ്സ് പർച്ചേസ് ചെയ്തു, അതിൽ 100 എണ്ണത്തിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ തിരിച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ എത്ര ടോട്ടൽ പർച്ചേസ് ചെയ്ത ചെയറിന്റെ എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ചു കൊടുത്ത ചെയറിന്റെ എണ്ണം കുറച്ചിട്ട് വേണം. 1000 മൈനസ് 100 എണ്ണം തിരിച്ചു കൊടുത്തു. അപ്പൊ 900 ചെയേഴ്സ് മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്തതായിട്ട് കാണിക്കുന്നത്. അതിനാണ് നെറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. റിട്ടേൺ ഗോസ് ടു അജിത് ട്രേഡേഴ്സ് ₹300. 300 rupees സാധനങ്ങൾ അജിത് ട്രേഡേഴ്സിന് തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ റിട്ടേൺ പർച്ചേസ് റിട്ടേൺ എന്നുള്ള രീതിയിലേക്കാണ് കണക്കാക്കുന്നത്. സെയിൽസ് എന്നുള്ളതാണ് അടുത്ത. നമ്മൾ മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് സെയിൽസ് ആണ്. ഏത് സ്ഥാപനങ്ങളാണെങ്കിലും ആ സ്ഥാപനത്തിന്റെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് സെയിൽസ് ആണ്. സെയിൽസ് ആർ ടോട്ടൽ എമൗണ്ട് ഓഫ് റവന്യൂ ഫ്രം ഗുഡ്സ് ഓർ സർവീസ് സോൾഡ് ഓർ പ്രൊവൈഡഡ് ടു കസ്റ്റമേഴ്സ്. ടോട്ടൽ എമൗണ്ട് ഓഫ് റവന്യൂ ഫ്രം ഗുഡ്സ് ഓർ സർവീസ് സോൾഡ് ടു പ്രൊവൈഡഡ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സാധനങ്ങൾ വഴിയായിട്ട് നമുക്ക് കിട്ടുന്ന റവന്യൂ, ഇങ്ങോട്ട് കിട്ടുന്ന ഇൻകത്തെയാണ് സെയിൽസ് എന്ന് പറയുന്നത്. സാധനങ്ങൾ വിറ്റിട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന പൈസക്കാണ് നമുക്ക് സെയിൽസ് എന്ന് പറയുന്നത്. സെയിൽസ് ആർ ടോട്ടൽ എമൗണ്ട് ഓഫ് റവന്യൂ ഫ്രം ഗുഡ്സ് ഓർ സർവീസ് സോൾഡ് ഓർ പ്രൊവൈഡഡ് ടു കസ്റ്റമർ. ഗുഡ്സ് ആയിരിക്കാം, സർവീസ് ആയിരിക്കാം, അത് ആൾക്കാർക്ക് കൊടുത്തിട്ട് അത് വഴിയായിട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന വരുമാനത്തെയാണ് സെയിൽസ് എന്ന് പറയുന്നത്. സെയിൽസ് മേ ബി ക്യാഷ് സെയിൽസ് ഓർ ക്രെഡിറ്റ് സെയിൽസ്. കടമായിട്ട് നമുക്ക് വിൽക്കാം, അതേപോലെ തന്നെ ക്യാഷിനും വിൽക്കാം. കാരണം നമ്മൾ ഒരു സാധനം വിൽക്കാനായിട്ട് ഒരാൾക്ക് കൊടുക്കാനായിട്ട് പറയുന്ന അയാൾ വരുന്ന സമയത്ത് നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നു, അയാൾ പറയുന്നു എൻ്റെ അടുത്ത് ഇപ്പം ക്യാഷ് ഇല്ല, ഞാൻ എന്ത് ചെയ്യും, ഒരാഴ്ച കഴിഞ്ഞ് പൈസ തരാമെന്ന് പറയും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ച കഴിഞ്ഞ് എന്തായാലും പൈസ കിട്ടുന്ന ഉറപ്പാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അയാളോട് പറയും സാധനങ്ങൾ കൊണ്ടുപോയിക്കോളും, ഒരാഴ്ച കഴിഞ്ഞ് പൈസ തന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്കത് ക്രെഡിറ്റ് സെയിൽസ് ആണ്. അതാണെങ്കിൽ നമുക്ക് സെയിൽസ് ആയിട്ട് പരിഗണിക്കണം. ഒരാൾ റെഡി ക്യാഷ് ആയിട്ട് പൈസ തരികയാണെങ്കിൽ അതും സെയിൽസ് ആണ്, ക്യാഷ് സെയിൽസ് എന്ന് പറയും. കടമായിട്ട് വിൽക്കുന്ന ആണെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് എന്നുള്ള പേരിലും അറിയപ്പെടും. The term sales is used only for the sale of those goods which are purchased for resale purpose. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീസെയിലിന് വേണ്ടിയിട്ട് വാങ്ങിയ സാധനങ്ങൾ മാത്രമേ സെയിൽസിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കൂ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു ഫർണിച്ചർ വ്യാപാരി ഫർണിച്ചർ വാങ്ങിയിട്ട് വിൽക്കുകയാണെങ്കിൽ അത് സെയിൽസ് ആയിട്ട് പരിഗണിക്കും. പക്ഷേ ഒരു സ്റ്റേഷനറി കടക്കാരൻ അയാൾ ചെയർ വാങ്ങി അയാളുടെ ബിസിനസ്സിൽ ഉപയോഗിച്ചതിന് ശേഷം അയാൾ അത് മറിച്ച് വിൽക്കുകയാണെങ്കിൽ അത് സെയിൽസ് ആയിട്ട് പരിഗണിക്കാനായിട്ട് സാധിക്കില്ല. കാരണം അയാളുടെ അസറ്റാണ്, ആ അസറ്റാണത് അയാൾ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സെയിൽസ് ആയിട്ട് പരിഗണിക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്.
റീസെയിലിന് വേണ്ടിയിട്ട് വാങ്ങിയ സാധനങ്ങളാണെങ്കിൽ മാത്രമേ അത് സെയിൽസ് ആയിട്ട് പരിഗണിക്കേണ്ടതുള്ളൂ. നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങിയ സാധനങ്ങളാണെങ്കിൽ മാത്രമേ പരിഗണിക്കാനായിട്ട് പാടുള്ളൂ, സെയിൽസ് ആയിട്ട് പരിഗണിക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മുടെ ബിസിനസ്സിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഒരു മെഷീനറി നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് വിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ലാഭം കിട്ടുന്നു, അങ്ങനെ ആകുമ്പോൾ ആ മെഷീനറി വിൽക്കുകയാണെങ്കിൽ നമുക്ക് അത് സെയിൽസ് ആയിട്ട് പരിഗണിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ആ മെഷീനറി നമ്മൾ വാങ്ങിയത് നമ്മുടെ ബിസിനസ്സിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ഒരു മെഷീനറി വിൽക്കുമ്പോൾ അതിനെ സെയിൽസ് ഇൻകം ആയിട്ട് നമുക്ക് പരിഗണിക്കാനായിട്ട് സാധിക്കില്ല. The term sales is never used for the sale of asset. ഫിക്സഡ് അസറ്റിന്റെ സെയിലിന് ഒരിക്കലും സെയിൽ എന്നുള്ള പേര് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ പർച്ചേസിന്റെ കാര്യത്തിൽ ഫിക്സഡ് അസറ്റിന്റെ പർച്ചേസ് ഒരിക്കലും നമുക്ക് പർച്ചേസ് എന്നുള്ള പേരിൽ എഴുതാനായിട്ട് പാടില്ല. ഫിക്സഡ് അസറ്റിന്റെ പർച്ചേസ് ഒരിക്കലും പർച്ചേസ് എന്നുള്ള പേരിൽ എഴുതാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ ഫിക്സഡ് അസറ്റിന്റെ സെയിൽസ് ഒരിക്കലും സെയിൽസിന്റെ പേരിലും എഴുതാനായിട്ട് പാടില്ല. ഇറ്റ് ഈസ് ദി മേജർ സോഴ്സ് ഓഫ് റവന്യൂ ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റവന്യൂ മാർഗം, ഏറ്റവും പ്രധാനപ്പെട്ട ഇൻകം കിട്ടുന്ന ആ മാർഗം എന്ന് പറയുന്നത് സെയിൽസ് ആണ്. അല്ലാതെ ബിസിനസിന് വേറെ വരുമാന മാർഗങ്ങളില്ല. ബിസിനസിന് ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് ഇങ്ങനെ ഗുഡ്സിന്റെ സെയിൽസ് ആണ്. നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നു, ആ സാധനങ്ങളുടെ വിൽപ്പന വഴിയായിട്ട് നമുക്ക് കിട്ടുന്ന ആ വരുമാനമാണ് ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, സോൾഡ് ഗുഡ്സ് ടു ബൈജു 8,000, ക്യാഷ് സെയിൽസ് 5,000. ബൈജു എന്ന് പറയുന്ന ഒരാൾക്ക് വിറ്റു, അതുപോലെ ക്യാഷ് സെയിൽസ്. അപ്പോൾ ക്യാഷ് നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് കിട്ടുന്നല്ല, ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധനം കൊടുത്തു അതിന് പകരമായിട്ട് ക്യാഷ് കിട്ടിയെന്നാണ്. അല്ലാതെ ക്യാഷ് നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കില്ല. ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ കൊടുത്തു നമുക്ക് അതിന് പൈസ കിട്ടിയെന്നുള്ളതാണ്. അതേപോലെ തന്നെ മേലെ സോൾഡ് ഗുഡ്സ് ടു ബൈജു എന്ന് പറയുന്നത്, ബൈജു എന്ന് പറയുന്ന ഒരാൾക്ക് സാധനങ്ങൾ കൊടുത്തു എന്നുള്ളതാണ്. അപ്പം അവിടെ ക്യാഷ് കിട്ടുന്നില്ല എന്നുള്ളൊരു ഇതും കൂടി ഉണ്ട്. അത് പിന്നീട് നമുക്ക് പറയാം. ഇതാണ് സെയിൽസ് എന്ന് പറയുന്നത്. അടുത്ത സെയിൽസ് റിട്ടേൺസ് ആണ്. സെയിൽസ് റിട്ടേൺസ് നേരത്തെ പർച്ചേസ് റിട്ടേൺ പോലെ തന്നെ നമ്മൾ ഒരാൾക്ക് വിറ്റു, സാധനങ്ങൾ വിറ്റു, അയാൾ എന്ത് ചെയ്ത് ഇത് തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ അയാൾ ഉദ്ദേശിച്ച സാധനമല്ല, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ട്, അയാൾ എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു തരും. അതിനെയാണ് സെയിൽസ് റിട്ടേൺസ്. നമ്മൾ വിറ്റ സാധനം നമുക്ക് തിരിച്ചു തരികയാണെങ്കിൽ അതിനെ സെയിൽസ് റിട്ടേൺസ് എന്ന് പറയും. നമ്മൾ വിറ്റ ഒരു സാധനം അത് വാങ്ങിയ ആള് അത് തുറന്നു നോക്കിയതിനു ശേഷം അത് അയാൾക്ക് സൂട്ടബിൾ അല്ല, അയാൾ ഓർഡർ ചെയ്ത ഐറ്റം അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും തകരാറുണ്ടെന്ന് കണ്ടിട്ട് അയാൾ നമുക്ക് തിരിച്ചത് തരികയാണെങ്കിൽ അതിനെ സെയിൽസ് റിട്ടേൺസ് എന്ന് പറയാനായിട്ട് സാധിക്കും. സെയിൽസ് റിട്ടേൺ ഓർ റിട്ടേൺ ഇൻവേർഡ്സ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് സെയിൽസ് ഓഫ് ഗുഡ്സ് വിച്ച് ഈസ് ആക്ച്വലി റിട്ടേൺ ടു us ബൈ അവർ കസ്റ്റമേഴ്സ്. നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് സാധനങ്ങൾ തിരിച്ചു തരുന്നതിനെയാണ് സെയിൽസ് റിട്ടേൺസ് പറയുന്നത്. അവർ വാങ്ങിയ സാധനം നമുക്ക് തിരിച്ചു തരുന്നതിനെയാണ് സെയിൽസ് റിട്ടേൺസ് പറയുന്നത്. റിട്ടേൺ മേ ബി ഡ്യൂ ടു ഡിഫക്റ്റീവ് സപ്ലൈ ഓഫ് ഗുഡ്സ്. നമുക്ക് കൊടുത്ത സാധനങ്ങൾ എന്തെങ്കിലും കംപ്ലൈന്റ് ഉള്ള സാധനങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളായിരിക്കും, വയലേഷൻ ഓഫ് ടേംസ് ഓഫ് എഗ്രിമെന്റ്, എന്തെങ്കിലും തരത്തിലുള്ള എഗ്രിമെന്റിൽ എന്തെങ്കിലും ബ്രീച്ചസ് ഉണ്ടായി, കറക്റ്റ് സമയത്ത് നമ്മൾ കൊടുത്തില്ല, ആ രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം സെയിൽസ് ടു കാൽക്കുലേറ്റ് നെറ്റ് സെയിൽസ്. അപ്പോൾ അത് കറക്റ്റ് എത്രയാണ് സെയിൽസ് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ സെയിൽ ചെയ്തത് ഒരു 10,000 സാധനമാണ് സെയിൽ ചെയ്തതെങ്കിൽ, 10,000 ചെയേഴ്സ്, എക്സാമ്പിൾ പറഞ്ഞ പോലെ 10,000 ചെയേഴ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്തതെങ്കിൽ അതിലെന്ത് ചെയ്യുന്നു, ഒരു 1000 ഷെയർസ് അല്ലെങ്കിൽ 1500 ചെയേഴ്സ് നമുക്ക് ഡിഫക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് തിരിച്ചു തരും. കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ ആൾ അവർ തിരിച്ചു തന്നു 1500 ചെയേഴ്സ്, 10,000 ചെയേഴ്സ് വിറ്റയിൽ 1500 ചെയർ തിരിച്ചു തന്നു. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ആക്ച്വൽ സെയിൽസ് എന്ന് പറയുന്നത് 10,000 മൈനസ് 1500 ആണ്. അപ്പം 8,500 മാത്രമേ നമ്മുടെ ആക്ച്വൽ സെയിൽസ് ആയിട്ട് പരിഗണിക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള കണക്കെന്ന് പറയുന്നത്. അക്കൗണ്ട്സിൽ കണ്ടമാനം കണക്കുണ്ടെന്ന് പറയുന്നത് ഇതൊക്കെയാണ്. 10,000 ചെയർ വിറ്റു, അതിൽ 1500 ചെയറിന് കംപ്ലൈന്റ് ഉണ്ടായി, അത് തിരിച്ചു തന്നു. അപ്പൊ എത്രയാണ് സെയിൽ? എന്ത് ചെയ്യും, നമുക്ക് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്ററിന്റെ ആവശ്യം പോലും ഇല്ല. കാൽക്കുലേറ്റർ നമുക്ക് ഉപയോഗിക്കാം, എന്നാലും കാൽക്കുലേറ്ററിന്റെ ആവശ്യം പോലും ഇല്ല. 10,000 നിന്ന് 1500 കുറച്ച് കഴിഞ്ഞാൽ 8,500 ആണ് നമ്മുടെ ആക്ച്വൽ ആയിട്ടുള്ള നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. ഇവിടെ ഗുഡ്സ് റിട്ടേൺ ബൈ ബൈജു 400 റുപ്പീസിന്റെ ഗുഡ്സ് ബൈജു എന്ന് പറയുന്ന ആള് റിട്ടേൺ ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കുന്നത്. ചെറിയ ക്ലാസ്സാണ്. നിങ്ങൾ നോട്ടും മറ്റു കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കാത്തതും ക്ലാസ് കറക്റ്റായിട്ട് കാണാത്തതും ഒരു പ്രശ്നങ്ങൾ, പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള നോട്ട് എഴുതലും അതേപോലെ തന്നെ ക്ലാസ് കാണലും നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ക്ലാസ് കുറച്ചുകൂടി സ്പീഡിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടി സഹകരണം വേണം. എന്നാൽ മാത്രമേ
മാത്രമേ ഇത് സ്പീഡിലേക്ക് പോവുള്ളൂ. കാരണം ഒരു ചാപ്റ്റർ പോലും ആയിട്ടില്ല. ഇത്രയും കാലമായിട്ട് നമുക്ക് പെട്ടെന്ന് പ്രോബ്ലം ഏരിയയിലേക്ക്, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയയിലേക്ക് കിടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ അതാത് ദിവസം തന്നെ നോട്ട് എഴുതി അയക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നമുക്ക് എളുപ്പമാണ്. അതേപോലെ തന്നെ ക്ലാസ് കറക്റ്റ് സമയത്ത് തന്നെ 7 മണി തന്നെ 7 മണിക്ക് തന്നെ കാണാം. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെ അത് കണ്ടിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ ഉപകാരമായിട്ട് മാറും. അത് നമുക്ക് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് തൽക്കാലം ഇന്നത്തേക്ക് ഇത് ഇവിടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം റവന്യൂ, അതേപോലെ തന്നെ കുറേ ടേംസ് ഉണ്ട്. ഈ ടേംസ് എല്ലാം തന്നെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പറ്റുകയാണെങ്കിൽ ഈ വെള്ളിയാഴ്ചത്തെ ഈ ക്ലാസ്സിന് പുറമെ ഒരു ക്ലാസ്സും കൂടി ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും. ഞായറാഴ്ച ക്ലാസ് ഇല്ലാത്ത ദിവസമാണ്, അതും കൂടി ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും. കാരണം 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ ക്ലാസ് കൊണ്ട് ഒന്നും ആവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചാപ്റ്റേഴ്സ് തീരണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എക്സ്ട്രാ ടൈം എടുക്കേണ്ടതായിട്ട് വരും. അതിന് വേണ്ടിയിട്ട് സൺഡേ കൂടി ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഫ്രൈഡേ 1 മണിക്കൂറും കൂടി എക്സ്ട്രാ ക്ലാസ് ഇതേപോലെ വൈകുന്നേരങ്ങളിൽ ക്ലാസ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പം നിങ്ങൾ അതിൻ്റെ നിങ്ങളുടെ അഭിപ്രായം കൂടി പറയുക. വെള്ളിയാഴ്ച തന്നെ ക്ലാസ് വേണോ അതോ സൺഡേ ഒരു രാവിലെ 7 മണിക്കും അതേപോലെ തന്നെ 11 മണിക്കും സാധാരണ പോലെ ക്ലാസ് അക്കൗണ്ടൻസിയുടെ ഒരു ക്ലാസ്സും കൂടി അങ്ങനെ ആക്കുന്നില്ല? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ പറയുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യാം. അല്ലാതെ നമുക്ക് തീർക്കാനായിട്ട് സാധിക്കില്ല. കാരണം 1.5 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് ആഴ്ചയെ കിട്ടിക്കഴിഞ്ഞാൽ അതൊന്നും അക്കൗണ്ടൻസിക്ക് തീരാൻ മതിയാവില്ല. കാരണം സാധാരണഗതിയിൽ സ്കൂളിലൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 8 മണിക്കൂർ ഒരു ആഴ്ചയിൽ ക്ലാസ് കിട്ടുന്നതാണ്. 8 മണിക്കൂർ ആഴ്ചയിൽ കിട്ടുന്ന ആ സ്ഥാനത്താണ് നമുക്കിവിടെ 2 മണിക്കൂർ താഴെ ക്ലാസ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങളോട് സഹായിക്കണം. വെള്ളിയാഴ്ചകളിൽ